ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12ാമത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻ്റർനെറ്റ് എന്താണെന്നും നെറ്റ്വർക്കിംഗ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് സർവീസുകൾ എന്തൊക്കെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഇന്നത്തെ കാലത്തെ ഉപയോഗങ്ങൾ എന്തൊക്കെ, അത് കുറച്ചുകൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴി നമുക്ക് പലതരത്തിലുള്ള ത്രെട്ടുകളുണ്ട് അല്ലേ. കുറേ ക്രൈംസും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഇവിടെ ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും എന്താണെന്ന് പറയുന്നുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താ? ദ ഇൻ്റർനെറ്റ് ഈസ് എൻ ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് സെർവ്സ് ദ യൂസേഴ്സ് ഓൾ ഓവർ ദി വേൾഡ്. അതായത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ലോകത്തിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർ കണക്ട് ചെയ്ത് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും കണക്ട് ചെയ്ത് എല്ലാ യൂസേഴ്സും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻട്രാനെറ്റ് എന്ന് വെച്ചാൽ എന്താ? An intranet is considered as a private computer network similar to internet that uses TCP/IP protocol to share information, software or services within an organization. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കുറച്ച് ഒരു കമ്മ്യൂണിറ്റി, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. TCP/IP എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്ത് ആ ഒരു ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻട്രാനെറ്റ് പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാനെറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് എക്സ്ട്രാനെറ്റ്? വെൻ ആൻ ഇൻട്രാനെറ്റ് ഈസ് മെയ്ഡ് ആക്സസിബിൾ ടു സം കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് എ കമ്പനീസ് പ്രൈവറ്റ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ആൻ എക്സ്ട്രാനെറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻട്രാനെറ്റ് എന്താണെന്ന് പറഞ്ഞില്ലേ, ഈ ഇൻട്രാനെറ്റിലേക്ക് നമ്മൾ ഈ ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ ഒരു ഇൻ്റർ കണക്ഷനിലില്ലാത്ത പുറത്തുള്ള ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി. അതായത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഏതൊക്കെ രീതിക്കാണ് ചെയ്യുന്നത്, ആ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഏതൊക്കെ ടൈപ്സിലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് 3 കണക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്ന് ഡയലപ്പ് കണക്ടിവിറ്റി, ഒന്ന് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, 3 വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഇങ്ങനെ 3 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എന്താണ് നോക്കാം. ഡയലപ്പ് കണക്ടിവിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. ഡയലപ്പ് കണക്ടിവിറ്റി ആ ഒരു കണക്ഷനിൽ നമ്മുടെ ടെലഫോൺ ലൈൻസും അതുപോലെ ഡയലപ്പ് മോഡംസാണ് യൂസ് ചെയ്യുന്നത്. ടെലഫോൺ ലൈൻസും ഡയലപ്പ് മോഡം. ഇവിടെ താഴെ പിക്ചർ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഡയലപ്പ് കണക്ടിവിറ്റി. നമ്മളൊരു മോഡം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടെലഫോൺ ലൈൻസ് വഴി മോഡമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു അല്ലേ, ഡിജിറ്റൽ സിഗ്നൽ അനലോഗ് സിഗ്നൽ ആക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ടെലഫോൺ ലൈൻസും മോഡംസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനെയാണ്, ഇൻ്റർനെറ്റ് കണക്ഷനെയാണ് നമ്മൾ ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഡയലപ്പ് കണക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയലപ്പ് കണക്ഷനിൽ നമ്മളെന്താ, നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡയലപ്പ് ചെയ്യും. മോഡം ഡയലപ്പ് ചെയ്യും. ഡയലപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു കണക്ഷൻ റിക്വസ്റ്റ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കണക്ഷൻ കമ്പാരേറ്റീവ്ലി മറ്റുള്ള കണക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് അധികം ചിലവുകളൊന്നും നമുക്ക് വരുന്നില്ല, ലെസ് കോസ്റ്റാണ്. പിന്നെ ഡയലപ്പ് കണക്ഷൻസിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ടെലഫോൺ ലൈൻസിൻ്റെ ആവശ്യമുണ്ട്. നല്ല ടെലഫോൺ ലൈൻസിൻ്റെ ഭയങ്കരമായിട്ടുള്ള യൂസേജ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് കോൾസോ അല്ലെങ്കിൽ ബ്രൗസിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരു വോയിസ് കോൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഡയലപ്പ് കണക്ഷൻ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ കാലത്ത് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് കുറച്ചുകൂടിയും ഹൈ സ്പീഡായിട്ട് വരുന്നുണ്ട്. മുൻപ് അത്രയും സ്പീഡ് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. നെക്സ്റ്റാണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡയലപ്പിൽ പറഞ്ഞത് ടെലിഫോൺ ലൈൻസും മോഡംസും ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഹൈ സ്പീഡാണല്ലേ, ലോ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. അതേപോലെ എന്തായിരുന്നു പറഞ്ഞ ഡിസഡ്വാൻറ്റേജ്, നമുക്ക് അറ്റ് എ ടൈം വോയിസ് കോളും ഇൻ്റർനെറ്റ് ആക്സസും ഒന്നും പറ്റില്ല. ഇൻ്റർനെറ്റ് ആക്സസിങ് ചെയ്യുന്ന സമയത്ത് വോയിസ് കോൾ ചെയ്യാനോ വോയിസ് കോൾ ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡയലപ്പിൽ പറഞ്ഞത് എന്താ, ഇപ്പോൾ നമുക്ക് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയലപ്പ് ഓൺ ചെയ്യണം. അതുപോലെ കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ ഒക്കെ നമ്മളിത് ഓൺ ചെയ്ത് നിൽക്കണം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഡയലപ്പിലുണ്ട്. ഇനി വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ പറയുന്നത് നമുക്ക് ഹയർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ. പിന്നെ വയേർഡ് ബ്രോഡ്ബാൻഡിൽ പറയുന്നത് ഓൾവേസ് ഓൺ കണക്ഷനാണ്. അതായത് നമുക്ക് ഡയലപ്പ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാ സമയത്തും ഓൺ ആണ്. നമുക്ക് പ്രത്യേകം നെറ്റ്വർക്ക് ആക്സസിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ അറ്റ് എ ടൈം നമുക്ക് വോയിസ് കോൾ ചെയ്യാനും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനും നമുക്ക് പറ്റും. അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വയേർഡ് ബ്രോഡ്ബാൻഡിന് ഇല്ല. അപ്പോൾ ഡയലപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാർ ബെറ്ററാണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ ഡയലപ്പ് കണക്ഷനും വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഡയലപ്പിൽ എന്താ പറയുന്നത്, സ്ലോ കണക്ഷൻ, സ്പീഡ് അപ് ടു 56 kbps അല്ലേ, സ്ലോ കണക്ഷനാണ്. വയേർഡ് ബ്രോഡ്ബാൻഡിലോ ഹൈ സ്പീഡ് കണക്ഷനാണ്, സ്പീഡ് യൂഷ്വലി ഹയർ ദാൻ 256 kbps അല്ലേ, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡയലപ്പ് സ്ലോ കണക്ഷനും വയേർഡ് ബ്രോഡ്ബാൻഡ് ഹൈ കണക്ഷനുമാണ്, ഹൈ സ്പീഡ് കണക്ഷനുമാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഡയലപ്പിൽ പറയുന്നത് റിക്വയർസ് ഡയലിംഗ് ടു കണക്ഷൻ ടു ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് നമുക്ക് ഡയൽ ചെയ്യണം കണക്ഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ. പക്ഷേ വയേർഡ് ബ്രോഡ്ബാൻഡിലോ ഓൾവേസ് ഓൺ കണക്ഷനാണ്. പിന്നെ ഡയലപ്പിൽ പറയുന്നത് എന്താ, യൂസസ് ടെലിഫോൺ ലൈൻ എക്സ്ക്ലൂസീവ്ലി, ടെലിഫോൺ ലൈൻസ് നമുക്ക് യൂസ് ചെയ്യണം. വയേർഡ് ബ്രോഡ്ബാൻഡിലോ സൈമിൾട്ടേനിയസ് യൂസ് ഓഫ് വോയിസ് ആൻഡ് ഇൻ്റർനെറ്റ്, നമുക്ക് വോയിസും ഇൻ്റർനെറ്റും അറ്റ് എ ടൈം നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് ഡയലപ്പിൽ പറയുന്നത് യൂസസ് ഡയലപ്പ് മോഡം അല്ലേ, നമുക്ക് ഡയലപ്പ് മോഡം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഡയലപ്പിൽ. അതുപോലെ വയേർഡിൽ യൂസസ് ബ്രോഡ്ബാൻഡ് മോഡം. ഡയലപ്പിൽ ഡയലപ്പ് മോഡാണെന്നുണ്ടെങ്കിൽ വയേർഡ് ബ്രോഡ്ബാൻഡിൽ ബ്രോഡ്ബാൻഡ് മോഡമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ താഴെ പോപ്പുലറായിട്ടുള്ള ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെയാണ് ISDN, പിന്നെ കേബിൾ ഇൻ്റർനെറ്റ്, പിന്നെ DSL, ലീസ്ഡ് ലൈൻസ് ആൻഡ് ഫൈബേഴ്സ് ടു ദ ഹോം. അപ്പം ഓരോന്നും എന്താണെന്ന് നോക്കാം. ISDN ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, അതായത് നമുക്ക് കൂടുതലായിട്ടും വോയിസും ഡിജിറ്റൽ ഡാറ്റയൊക്കെ നല്ല രീതിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസാണ് ISDN എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കേബിൾ ഇൻ്റർനെറ്റ്. എന്താ കേബിൾ ഇൻ്റർനെറ്റ്, കോയാക്സിയൽ കേബിൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ടെലിവിഷൻ സിഗ്നൽസൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസും നമ്മുടെ വീടുകളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേബിൾ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എടുക്കുന്നില്ലേ, അതിന് യൂസ് ചെയ്യുന്ന കേബിൾസൊക്കെ. അപ്പോൾ ആ സർവീസാണ് കേബിൾ ഇൻ്റർനെറ്റ്. പിന്നെ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, അതെന്താ, ഇപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെയാണ് DSL എന്ന് പറയുന്നത്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ലീസ്ഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലാർജ് എൻ്റർപ്രൈസ്, ബിസിനസ് ഫേം, ഇവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെയാണ് ലീസ്ഡ് ലൈൻസ് എന്ന് പറയാം. പിന്നെ പറയുന്നതാണ് ഫൈബർ ടു ദ ഹോം, FTTH, അതായത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ
ആ ഒരു സർവീസാണ് ഈ FTTH എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ലൈറ്റ് എനർജി ആയിട്ട്, ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സർവീസിനെയാണ് നമ്മൾ FTTH എന്ന് നമ്മൾ പറയുന്നത്.